എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നിങ്ങൾക്ക് വീഡിയോ കണ്ടപ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാവും എന്തോ ഒരു റെസിപ്പി ഉണ്ട് എന്നുള്ളത്. നമ്മൾ ഇന്ന് പെരി പെരി ചിക്കൻ അൽഫാമിൻ്റെ റെസിപ്പിയാണ് കാണിക്കുന്നത്. വളരെ ടേസ്റ്റി ആയിട്ട് എങ്ങനെ ചെയ്യുന്നതെന്ന് നോക്കാം. അപ്പോൾ ഒരു 4-5 ദിവസമായിട്ട് നല്ല മഴയാണ് കേട്ടോ. നിൽക്കാത്ത മഴയാണെന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ ഏതായാലും നമുക്കൊരു പെരി പെരി ചിക്കൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിത് അത്യാവശ്യം വലിയ പീസാക്കിയിട്ട് വേണം ചിക്കൻ കട്ട് ചെയ്തെടുക്കാനായിട്ട്. ഇത് നന്നായിട്ടങ്ങ് കഴുകിയെടുക്കട്ടെ. അപ്പോൾ അത് ചിക്കനൊക്കെ നന്നായിട്ട് കഴുകിയിട്ട് വെള്ളം മാറാൻ വേണ്ടിയിട്ട് ഞാനിതാ ഒരു പാത്രത്തിലേക്ക് വെച്ചിട്ടുണ്ട്. പിന്നെ ഈ ഒരു റെസിപ്പിയിലേക്ക് വേണ്ടിയിട്ടുള്ള മറ്റു ഇൻഗ്രീഡിയൻസ് ഒക്കെ ഞാനിതാ ഇതിലേക്ക് എടുത്ത് വെക്കുന്നുണ്ട്. അപ്പോൾ മോൻ അടുത്തുണ്ട് കേട്ടോ, അക്കിഫിന് അടുത്തുണ്ട്. ഓരോന്നിങ്ങനെ എടുത്ത് ഇങ്ങനെ ക്രിസ് കാട്ടിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ പൊതിനയൊക്കെ നമ്മൾക്കൊരു 1/4 കപ്പിൻ്റെ അടുത്ത് പൊതിന വേണം, 1/2 കപ്പ് മല്ലിയിലയും കൂടെ വേണം. അപ്പോൾ ഒന്നും കൂടെ ഞാൻ കാണിക്കട്ടോ എന്തൊക്കെയാണ് ഇതിലേക്ക് ചേർത്തിട്ടുള്ളതെന്നുള്ളത്. ഉള്ളിയും തക്കാളിയും വെളുത്തുള്ളിയും ഇഞ്ചിയും പൊതിന മല്ലിയില. ഉള്ളി നമ്മൾ ചെറിയൊരു സൈസ് ഉള്ളിയാണ് എടുത്തിട്ടുള്ളത്. തക്കാളിൻ്റെ ഒരു പകുതി മതി കേട്ടോ. പിന്നെ നാരങ്ങ നീരും കൂടെ വേണം. പുറത്ത് കണ്ടോ, വൈകുന്നേരമാണ് സമയം, എങ്കിലും നല്ല മഴയാണ് കേട്ടോ. ഏതായാലും ഇതാ ഞാൻ എടുത്ത് വെച്ചിട്ടുള്ള സാധനങ്ങളൊക്കെ മിക്സിൻ്റെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. നാരങ്ങ നീരും പിഴിഞ്ഞൊഴിച്ചിട്ടുണ്ട്. 2 ടേബിൾ സ്പൂൺ വിനാഗിരിയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ട് അടിച്ച് മാറ്റി വെക്കാം. അപ്പോൾ അതാ ചിക്കനൊക്കെ നമ്മൾ വെള്ളം വാരാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു. ഇതിൽ വെള്ളമൊന്നും പാടില്ല കേട്ടോ, കാരണം നമ്മൾ വെള്ളമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ മസാലയൊക്കെ പിടിക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. ഇതുപോലെ 3 വര വരഞ്ഞു കൊടുക്കുന്നുണ്ട് കേട്ടോ. അത്യാവശ്യം ആഴത്തിൽ ഇതുപോലെ 3 വര വരഞ്ഞു കൊടുക്കാം. അപ്പോൾ എല്ലാ പീസിലും നമുക്കിതുപോലെ ചെയ്തെടുക്കാം. അതിനുശേഷം നമ്മൾ നേരത്തെ അരച്ചിട്ടുള്ള ഒരു മിക്സ് ഉണ്ടല്ലോ, അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ഇട്ട് കൊടുക്കാം. പിന്നെ വേണ്ടത് 3 ടേബിൾ സ്പൂൺ തൈരാണ്, അതും കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുക്കണം. എന്നിട്ട് എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് എടുത്താൽ മതി. ഈ ഒരു പെരി പെരി അൽഫാമിൻ്റെ ഫസ്റ്റ് മാരിനേഷനാണ് നമ്മൾ ഈ ചെയ്ത് വെക്കുന്നത്. നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം 1/2 മണിക്കൂർ ഇത് ഫ്രിഡ്ജിലൊന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കണം. അടുത്തതായി നമുക്കിതിലേക്കൊരു മസാല പൗഡർ തയ്യാറാക്കി എടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ 1.5 ടേബിൾ സ്പൂൺ മല്ലി ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിലേക്ക് 2 ചെറിയ കഷ്ണം പട്ടയാണ് ചേർത്ത് കൊടുക്കുന്നത്. അതോടൊപ്പം തന്നെ ഒരു 3 ഏലക്കായ, ഒരു 4-5 ഗ്രാമ്പും കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ 1/2 ടീസ്പൂൺ പെരിഞ്ജീരകം ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1/2 ടീസ്പൂൺ ചെറിയ ജീരകം, അതേ അളവിൽ തന്നെ 1/2 ടീസ്പൂൺ കുരുമുളകും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് നമുക്ക് വറുത്തെടുക്കൊന്നും വേണ്ട കേട്ടോ, അല്ലാതെ തന്നെ നന്നായിട്ടൊന്ന് ഇതുപോലെ പൊടിച്ചെടുക്കാം. അപ്പോൾ അത് മാറ്റി വെക്കുന്നുണ്ട്. ആ ഒരു മിക്സിൻ്റെ ജാറിലേക്ക് തന്നെ ഞാനൊരു 20 ഉണക്കമുളക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതും നമുക്ക് ഇതുപോലെ ഒന്ന് ക്രഷ് ചെയ്തെടുത്താൽ മതി, നന്നായിട്ട് പൊടിച്ചെടുക്കൊന്നും വേണ്ട, ഇതുപോലെ എടുത്താൽ മതി കേട്ടോ. അപ്പോൾ 1/2 മണിക്കൂറിന് ശേഷം ഇതാ ഞാൻ ഫ്രിഡ്ജിൽ നിന്ന് ചിക്കനൊക്കെ പുറത്തേക്ക് എടുത്തിട്ടുണ്ട്. ആദ്യം നമുക്ക് ഈ ഒരു മസാല നമ്മൾ പൊടിച്ചെടുത്തിട്ടില്ല അത് ചേർത്ത് കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ചേർത്ത് കൊടുക്കാം. 1/2 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാലയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ വേണ്ടത് ഇതാ ചിക്കൻ സ്റ്റോക്കാണ്. ഇതിലുള്ള 2 എണ്ണം ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. കൈ വെച്ചിട്ട് നന്നായിട്ട് ഇതുപോലെ ഞെരടിയിട്ട് വേണം ഇട്ട് കൊടുക്കാനായിട്ട്, അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ മസാല ആക്കുന്ന സമയത്ത് അവിടെയും ഇവിടെയൊക്കെ ഇതുപോലെ കട്ടയേറ്റ് നിൽക്കും. പിന്നെ ഇതാ നമ്മൾ നേരത്തെ ക്രഷ് ചെയ്ത് വെച്ചിട്ടുള്ള ഉണക്കമുളകും കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. എല്ലാം കൂടെ നന്നായിട്ട് ഇതുപോലെ മിക്സ് ചെയ്തിട്ട് എടുക്കട്ടെ. അപ്പോൾ ഇതാണ് നമ്മുടെ സെക്കൻഡ് മാരിനേഷന്. ഇതുപോലെ 2 പ്രാവശ്യം നമ്മൾ ചിക്കൻ ഇതുപോലെ മാരിനേറ്റ് ചെയ്ത് വെക്കുമ്പോഴാണ് അതിൻ്റെ ആ ഒരു ടേസ്റ്റ് നമുക്ക് ഈ ഒരു കിട്ടുന്നത് കേട്ടോ. അപ്പോൾ വീണ്ടും നമുക്കിത് ഫ്രിഡ്ജിലേക്ക് തന്നെ മാറ്റി വെക്കണം. 1.5 മണിക്കൂർ ഇത് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം കേട്ടോ. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഫ്രിഡ്ജിന് താഴെ വെച്ചാൽ മതി, ഫ്രീസറിലൊന്നും വെക്കണ്ട കേട്ടോ. അപ്പോൾ ഏതായാലും പെരി പെരി അൽഫാമൊക്കെ ഉണ്ടാക്കിയല്ലോ, അപ്പോൾ അതിൻ്റെ കൂടെ കഴിക്കാനായിട്ട് ഞാൻ കുറച്ച് കോളിസ്ലോ കൂടെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതാ ഞാൻ വെജിറ്റബിൾ ചോപ്പറൊക്കെ എടുക്കുന്നുണ്ട് കേട്ടോ. ഇതിൻ്റെ ആവശ്യമൊന്നുമില്ല, ചെറുതായി നമുക്ക് വെജിറ്റബിളൊക്കെ നന്നായിട്ട് അരിഞ്ഞെടുത്താലും മതിയാവുന്നതാണ്. ഇതിനായിട്ട് നമുക്ക് ക്യാബേജ്, ക്യാരറ്റ്, പിന്നെ ഒരു പകുതി ഉള്ളിയോ, ചെറിയ സൈസാണെങ്കിൽ ഒരൊറ്റ ഉള്ളി വേണം, അല്ല വലിയ സൈസാണെങ്കിൽ നമുക്കൊരു പകുതി ഉള്ളിയൊക്കെ ചേർത്ത് കൊടുത്താൽ മതിയാവും കേട്ടോ. അപ്പോൾ അത്രയേ ഉള്ളൂ വേണ്ടത്. പിന്നെ മയോനൈസ്, പാല്, പഞ്ചസാര, നാരങ്ങ നീരോ അല്ലെങ്കിൽ വിനാഗിരി, അത്രയേ ഉള്ളൂ വേണ്ടത്. അപ്പോൾ ഇതെല്ലാം കഴുകിയതിന് ശേഷം ഞാൻ ഈ ഒരു ചോപ്പറിലേക്ക് ഇട്ട് വെക്കുന്നുണ്ട്. ഇനി ഗ്രേറ്റർ എടുത്ത് നന്നായിട്ട് ഗ്രേറ്റ് ചെയ്തെടുത്താലും മതിയാവും കേട്ടോ. ഇത് ഇങ്ങനെ ചെയ്ത് വെക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല. അപ്പോൾ ക്യാബേജ് ഇട്ടതിന് ശേഷം പിന്നെ ഇതിലേക്ക് ഒരു ക്യാരറ്റ് നന്നായിട്ട് കഴുകിയതിന് ശേഷം അതും കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ചെറിയ സൈസ് ഉള്ളിയാണ് ഞാൻ എടുക്കുന്നത്. ഇനി വലിയ ഉള്ളിയൊക്കെ എടുക്കുകയെന്നുണ്ടെങ്കിൽ അതിൻ്റെ പകുതി എടുക്കുക കേട്ടോ. ഉള്ളിൻ്റെ അളവ് അത്ര കൂടുതലൊന്നും പാടില്ല. അപ്പോൾ അതും ഇതിലേക്ക് കഴുകിയിട്ട് കട്ട് ചെയ്ത് വെക്കുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം അടച്ചിട്ട് ഇത് ചോപ്പ് ചെയ്തെടുക്കട്ടെ എന്ന് കരുതിയപ്പോഴാണ് ഇതിൽ കുറച്ച് ലോഡായിപ്പോയത് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ പകുതി എടുത്ത് മാറ്റിയിട്ട്
കുറേശ്ശെ അങ്ങനെ ചോപ്പ് ചെയ്തെടുക്കട്ടെ എന്ന് വിചാരിച്ചു. അപ്പോൾ ഒരുപാടായതുകൊണ്ടാണ് തോന്നുന്നു അടിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടായി. അപ്പോൾ അങ്ങനെ കുറേശ്ശെ ഇതുപോലെ അങ്ങനെ ചോപ്പ് ചെയ്തെടുക്കുന്നുണ്ട്. ഇത് നമ്മൾ ബ്രോസ്റ്റഡ് ചിക്കൻ ആയാലും KFC ഒക്കെ ഉണ്ടാക്കുകയാണെങ്കിലും അതിൻ്റെ കൂടെയൊക്കെ ഇത് ഉണ്ടാക്കാറുണ്ട് കേട്ടോ. ഇതുണ്ടാക്കി കഴിഞ്ഞാൽ നല്ലതുപോലെ ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചെടുക്കാൻ വേണം. എങ്കിലാണല്ലോ നമ്മൾ പുറത്തുനിന്നൊക്കെ കിട്ടുന്ന അതിൻ്റെ ഒരു ടേസ്റ്റ് നമുക്ക് ഈ ഒരു കോളിസ്ലോക്ക് കിട്ടുന്നത്. അപ്പോൾ ഞാനിതുപോലെ ഇതാ ചോപ്പ് ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഇതാ ഒരു ബൗളിലേക്ക് ഞാൻ 3 ടേബിൾ സ്പൂൺ പാലൊഴിച്ചിട്ടുണ്ട്. അതിലേക്ക് 3 ടേബിൾ സ്പൂൺ പഞ്ചസാര ഇട്ടിട്ട് നന്നായിട്ടൊന്ന് കലക്കിയെടുക്കണം. ഈ പാലിന് പകരം ഫ്രഷ് ക്രീം എടുക്കാം കേട്ടോ. ഫ്രഷ് ക്രീം ആകുമ്പോൾ ഒന്നും കൂടെ ടേസ്റ്റ് കൂടുതലായിരിക്കും. അപ്പോൾ ഇതിപ്പോൾ കയ്യിലില്ലാത്ത കാരണം ഞാൻ പാലാണ് ചേർക്കുന്നത്. അതിൽ പഞ്ചസാര കലക്കിയിട്ട് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. പിന്നെ 1/2 കപ്പ് മയോനൈസും കൂടെ ചേർക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഒരു 2 ടേബിൾ സ്പൂൺ മിൽക്ക് മെയ്ഡും കൂടെ ചേർക്കുന്നുണ്ട്. കുറച്ച് ബാക്കി ഇരിപ്പുണ്ടായിരുന്നുണ്ട്, അപ്പോൾ അത് ഇതിലേക്ക് ഇടാമെന്ന് വിചാരിച്ചു. ഇതും കൂടെ ഇട്ട് കഴിഞ്ഞപ്പോൾ നല്ല ടേസ്റ്റി ആയിരുന്നു ഈ ഒരു കോളിസ്ലോ. അപ്പോൾ ഇത് നിർബന്ധമല്ല, നമ്മൾ പാലിൽ പഞ്ചസാര ഇട്ട് കലക്കിയത് മാത്രം മതി കേട്ടോ. അതിനുശേഷം പിന്നെ ഇതിലേക്ക് വിനാഗിരിയോ അല്ലെങ്കിൽ നാരങ്ങ നീരോ ഒഴിച്ചു കൊടുക്കണം. വിനാഗിരി ആണെങ്കിൽ 1 ടേബിൾ സ്പൂൺ ചേർക്കുക. നാരങ്ങ നീരാണെങ്കിൽ ഒരു മുഴുവൻ നാരങ്ങയുടെ നീരും ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. എന്നിട്ട് നന്നായിട്ട് അങ്ങ് ഇതുപോലെ മിക്സ് ചെയ്തെടുത്തതിന് ശേഷം 1 മണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ച് നല്ലതുപോലെ തണുപ്പിച്ചെടുക്കണം. എങ്കിലേ ഉള്ളൂ നമുക്ക് യഥാർത്ഥ ഒരു കോളിസ്ലോൻ്റെ ടേസ്റ്റ് കിട്ടുന്നത്. അപ്പോൾ എല്ലാം ഇതുപോലെ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ട് ഞാനിത് ഫ്രിഡ്ജിലേക്ക് മാറ്റി വെക്കാൻ പോവാണ്. നേരം ഏതായാലും ഇരുട്ടാവാൻ തുടങ്ങിയിട്ടുണ്ട്. ഏതായാലും മഗ്‌രിബ് നിസ്കാരമൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ ഈ ഒരു പെരി അൽഫാം ഉണ്ടാക്കാനായിട്ട് നിന്നിട്ടുള്ളത്. അപ്പോൾ ഉച്ചക്ക് മുതലേ ഇതിൻ്റെ കാര്യങ്ങളൊക്കെ അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുമായിരുന്നു കേട്ടോ. അപ്പോൾ ഏതായാലും ഇതാ നന്നായിട്ട് മസാലയൊക്കെ പിടിച്ചിട്ടുണ്ട്. കണ്ടോ, നമ്മൾ 1.5 മണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ചതിന് ശേഷം ഓരോ ചിക്കൻ പീസ് എടുത്ത് കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും എത്രത്തോളം മസാലയൊക്കെ ആ ചിക്കനിലേക്ക് പിടിച്ചിട്ടുണ്ടെന്നുള്ളത്. കാരണം ആദ്യം നമ്മൾ അരമണിക്കൂർ ഫസ്റ്റ് മാരിനേഷന് അരമണിക്കൂർ വെച്ചിട്ടുണ്ടായിരുന്നു. സെക്കൻഡ് മാരിനേഷന് നമ്മൾ ചുരുങ്ങിയതൊരു 1.5 മണിക്കൂറെങ്കിലും റെസ്റ്റ് ചെയ്യാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ഞാനിതാ ഈ ഒരു പെരി അൽഫാം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് 200 ഡിഗ്രിയിൽ 10 മിനിറ്റ് ഓവണൊന്ന് പ്രീഹീറ്റ് ചെയ്ത് വെക്കുന്നുണ്ട്. ഓവണിനെ എടുക്കണ നിർബന്ധമല്ല, സാധാരണ നമ്മൾ ഗ്രില്ലിൽ ചുട്ടെടുക്കില്ലേ, എന്നാൽ പോലെയും ഇത് ചെയ്തെടുത്താൽ നല്ല ടേസ്റ്റ് തന്നെ ആയിരിക്കും കേട്ടോ. അങ്ങനെയും ചെയ്തെടുക്കാറുണ്ട്. ഞാനിപ്പോൾ ഇത് ഓവണിൽ ചെയ്തെടുക്കുന്നത്. അതോടൊപ്പം തന്നെ ഓവൺ ഇല്ലാത്തവർക്ക് സാധാരണ ഒരു ഫ്രൈ പാനിലും ചെയ്ത് കാണിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഗ്രില്ലെടുത്തിട്ട് ഇതുപോലെ കുറച്ച് ഓയിലൊന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നമ്മൾ ചിക്കൻ വെക്കുന്ന സമയത്ത് നമ്മളിത് ഇടയ്ക്ക് തിരിച്ചിട്ട് കൊടുക്കണമല്ലോ, അപ്പോൾ ഇങ്ങനെ ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഓയിൽ ഇതുപോലെ ബ്രഷ് ചെയ്ത് കൊടുക്കുന്നത്. അതിനുശേഷം ഓരോ ചിക്കൻ പീസും നമുക്ക് ഈ ഒരു ഗ്രില്ലിലേക്ക് ഇതുപോലെ അങ്ങ് വെച്ച് കൊടുക്കാം. അപ്പോൾ അതാ കുറച്ച് ഞാൻ ഗ്രില്ലിൽ വെച്ചിട്ടുണ്ട്. അത് ഓവനിലേക്ക് അങ്ങ് വെച്ച് കൊടുക്കട്ടെ. ബാക്കി ഞാൻ കുറച്ച് പാനിൽ ചെയ്ത് കാണിക്കാൻ വേണ്ടിയിട്ട് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. 200 ഡിഗ്രിയിൽ തന്നെ ഒരു 40 to 45 മിനിറ്റ് ടൈം നമുക്കിത് വേണ്ടി വരും കേട്ടോ, ഇത് വെന്ത് കിട്ടാനായിട്ട്. അതുപോലെ തന്നെ താഴെയും മേലെയും ചൂട് കിട്ടുന്ന ഒരു മോഡ് നമ്മൾ സെലക്ട് ചെയ്ത് വെക്കാൻ വേണം. ഓരോ 10 മിനിറ്റ് കഴിയുമ്പോഴും ഇതുപോലെ തുറന്ന് നോക്കിയിട്ട് നമുക്കിതൊന്ന് തിരിച്ചിട്ട് കൊടുക്കണം കേട്ടോ. എല്ലാ സൈഡും ഒരുപോലെ വെന്ത് കിട്ടണമല്ലോ, അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ്. ഓരോ 10 മിനിറ്റ് ആകുമ്പോഴും ഇതുപോലെ തിരിച്ചിട്ട് കൊടുക്കുക. അതിനുശേഷം അടച്ചിട്ട് വീണ്ടും 10 മിനിറ്റ് ആകുമ്പോൾ ഇതുപോലെ തിരിച്ചിട്ട് കൊടുക്കാം. ഇങ്ങനെ തിരിച്ചിട്ട് കൊടുക്കുമ്പോൾ തന്നെ നമ്മൾ കുറച്ച് ഓയിലും കൂടെ ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കണം കേട്ടോ. എങ്കിലുള്ളൂ ഇതിൻ്റെ പുറം ഭാഗം നല്ല മുരിഞ്ഞിട്ട് നല്ല ടേസ്റ്റി ആയിട്ട് കിട്ടുന്നത്. നമ്മൾ തിരിച്ചിട്ട് കൊടുക്കുന്ന സമയത്ത് തന്നെ ഇതുപോലെ കുറച്ച് ഓയിലൊന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നല്ലതായിരിക്കും. അപ്പോൾ വീണ്ടും 10 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഞാൻ ഇതുപോലെ അങ്ങനെ തിരിച്ചിട്ട് കൊടുക്കുന്നുണ്ട്. അങ്ങനെ തിരിച്ചും ഓരോ 10 മിനിറ്റ് കഴിയുമ്പോഴും തിരിച്ചും മറിച്ചു വിട്ടിട്ട് ഓയിൽ അങ്ങനെ ബ്രഷ് ചെയ്ത് കൊടുത്തിട്ട് വേണം ഇത് നമുക്ക് വേവിച്ചെടുക്കാനായിട്ട്. പിന്നെ ഞാനൊരു അരമണിക്കൂർ കഴിഞ്ഞതിന് ശേഷം ഞാനിത് താഴെ മാത്രം ചൂട് കിട്ടുന്ന ആ ഒരു മോഡിലേക്ക് മാറ്റിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അരമണിക്കൂർ കഴിഞ്ഞതിന് ശേഷം താഴത്തെ ചൂട് കിട്ടുന്ന ഒരു മോഡിലേക്ക് സെലക്ട് ചെയ്ത് വെക്കുകയെന്നുണ്ടെങ്കിൽ അതിൻ്റെ താഴെ ഭാഗം നല്ല രീതിയിൽ തന്നെ വെന്ത് കിട്ടും. പിന്നെ നമ്മൾ ഒരു 5-10 മിനിറ്റ് കഴിഞ്ഞിട്ട് തിരിച്ചിട്ട് കൊടുത്തിട്ട് മറ്റേ ഭാഗം ഒന്ന് വേവിച്ചെടുത്താലും മതിയാവും. അപ്പോൾ കറക്റ്റ് എനിക്കൊരു 45 to 50 മിനിറ്റ് സമയം വേണ്ടി വന്നിട്ടുണ്ടായിരുന്നു ഇതൊന്ന് വേവിച്ചെടുക്കാനായിട്ട്. അപ്പോൾ അങ്ങനെ നമ്മുടെ ഈ ഒരു അൽഫാം റെഡിയായി വരട്ടെ കേട്ടോ. അപ്പോൾ ഏതായാലും പാനിലുള്ളത് ഞാൻ കാണിക്കാം. കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് പാനിലേക്ക്. ഇത് നമ്മൾ ഡീപ്പ് ഫ്രൈ അല്ല ചെയ്യുന്നത്, ഷാലോ ഫ്രൈ ആണ് ചെയ്യുന്നത്. അപ്പോൾ കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുത്തതിന് ശേഷം 3 ചിക്കൻ പീസ് ഞാൻ ഇതിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. ചെറിയ തീയിലിട്ട് വെക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ഹൈ ഫ്ലെയിമിലിട്ട് വെക്കുകയെന്നുണ്ടെങ്കിൽ ഒരുപാട് മസാലയൊക്കെ ഉള്ളതല്ലേ, അപ്പോൾ പെട്ടെന്ന് തന്നെ ഇതിൻ്റെ മസാലയൊക്കെ കരിയാൻ ചാൻസ് ഉണ്ട്. ചിക്കൻ ആണെങ്കിൽ ഉള്ളു വേവില്ല, അങ്ങനത്തെ പ്രശ്നം ഉണ്ടാവും. അപ്പോൾ ചെറിയ തീയിലിട്ടിട്ട് നമുക്കിതൊന്ന് വേവിച്ചെടുക്കാൻ വേണം. അതിനുശേഷം തിരിച്ചിട്ട് കൊടുത്തിട്ട് മറ്റേ സൈഡും ഇത് ചെറിയ തീയിലിട്ടിട്ട് അങ്ങനെ വേവിക്കാം.
അപ്പോൾ നമ്മുടെ ഓവനിലുള്ള അൽഫാം ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. നല്ല അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇതിൻ്റെ താഴെ ഭാഗമൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റുക, ആ കലങ്കൂലായിട്ട് കിടക്കുന്നത്. ഇതെല്ലാം എടുത്തതിന് ശേഷം ചൂടാറിയതിന് ശേഷം ഇത് വൃത്തിയാക്കാനായിട്ട് നിൽക്കുകയും വേണം. അപ്പോൾ അതാ നമ്മുടെ പെരി പെരി അൽഫാം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാനിതൊരു പ്ലേറ്റിലേക്ക് അങ്ങ് മാറ്റട്ടെ. കഴിക്കാൻ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു അടിപൊളി അൽഫാമാണിത്. അപ്പോൾ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്യാത്തവർ എന്തായാലും ഒന്ന് ചെയ്ത് നോക്കുക. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒന്നായിരിക്കും. ഓവനിൽ വെച്ചൊക്കെ നല്ല അടിപൊളിയായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്രൈ പാനിലുള്ളത് നോക്കി നോക്കാം. അതും ഇതുപോലെയാണ് കിട്ടുന്നത്, എങ്കിലും കുഴപ്പമില്ല കേട്ടോ, നല്ല അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇതും നമുക്ക് ഈ ഒരു പാനിൽ നിന്ന് എടുത്ത് മാറ്റാം. അപ്പോൾ ഇന്നത്തെ സ്പെഷ്യൽ പെരി പെരി ചിക്കൻ അൽഫാമാണ്, അതിവിടെ റെഡി ആയിട്ടുണ്ട്. അതിൻ്റെ കൂടെ തന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ട്, രാത്രി ചപ്പാത്തിയാണ് വീട്ടിലുണ്ടാക്കാറുള്ളത്. അപ്പോൾ ചപ്പാത്തിയാണ് കൂടെ ഉണ്ടാക്കില്ല. ഞാൻ ഇതിൻ്റെ കൂടെ റൊട്ടി ഉണ്ടാക്കണമെന്ന് വിചാരിച്ചിരുന്നു, പിന്നെ എല്ലാം കൂടെ ആയി വന്നപ്പോൾ എനിക്ക് ടൈം ഉണ്ടായിട്ടില്ല. അപ്പോൾ എന്തായാലും ഇന്നത്തെ ഒരു പെരി പെരി ചിക്കൻ ഒന്ന് ചെയ്ത് നോക്കാത്തവരൊന്ന് ചെയ്ത് നോക്കുക. നല്ല ടേസ്റ്റിയാണ്, മയണൈസും കൂട്ടി കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റിയാണ്. പിന്നെ നമ്മുടെ കോൾസ്ലോ ഞാൻ നന്നായിട്ട് ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചെടുത്തിട്ടുണ്ട്. അത് കഴിക്കാൻ നല്ല ടേസ്റ്റിയാണ് കേട്ടോ. ഈ ഫ്രൈഡ് ചിക്കൻ്റെ കൂടെ നമ്മൾ സൈഡായിട്ട് ഉണ്ടാക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റ് തന്നെയായിരിക്കും. അപ്പോൾ നമ്മൾ ഈ ഒരു അൽഫാം കഴിച്ചതിന് ശേഷം ഇത് കഴിക്കുകയാണ് നല്ലത്. എന്തായാലും ഒരു 4-5 പേർക്ക് കഴിക്കാനുള്ള കോൾസ്ലോ അതിലുണ്ട് കേട്ടോ. മോനെല്ലാതും എടുത്ത് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ടേബിളിൽ എന്ത് വെച്ചാലും തന്നെ അവനിങ്ങനെ എല്ലാവർക്കും വിളമ്പി കൊടുത്തുകൊണ്ടിരിക്കും. പിന്നെ നമ്മൾ ഫ്രൈ പാനിൽ ഉണ്ടാക്കിയിട്ടുള്ള അൽഫാം ഉണ്ടല്ലോ, അത് നിങ്ങൾക്ക് ഒരു സ്മോക്കി ഫ്ലേവർ കിട്ടണമെന്നുണ്ടെങ്കിൽ ചാർക്കോളൊന്ന് കത്തിച്ചിട്ട് നല്ലൊരു ഫ്ലേവർ കൊടുക്കുക കേട്ടോ. നമ്മൾ പുറത്തുനിന്ന് മേടിക്കുന്ന ആ ഒരു അൽഫാമിൻ്റെ ടേസ്റ്റ് കിട്ടുന്നുണ്ടെങ്കിൽ നിങ്ങൾ അതൊന്ന് ചെയ്ത് നോക്കാം. അപ്പോൾ ഇത്രയൊക്കെയുള്ള നമ്മുടെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നുണ്ട്. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും നല്ലൊരു റെസിപ്പി ആയിട്ട് കാണാം. പിന്നെ പറയാനുള്ളത്, നിങ്ങൾക്ക് വീഡിയോയുമായിട്ട് എന്തെങ്കിലും അഭിപ്രായങ്ങൾ അറിയിക്കാനുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ അറിയിക്കാവുന്നതാണ്. എല്ലാത്തിനും റിപ്ലൈ കൊടുക്കുന്നതായിരിക്കും കേട്ടോ. ഇൻഷാ അല്ലാഹ് അടുത്തൊരു ദിവസം നമുക്ക് കാണാം. താങ്ക്